ഹലോ വെൽക്കം ടു ഈസി മാത്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മാത്സിന്റെ ബേസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പഠിച്ച് വരുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൽസിഎം പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HCF എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പം നിങ്ങളോട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എൽസിഎമ്മിന് എടുത്ത എക്സാമ്പിൾസ് തന്നെ ആദ്യം എടുക്കാം. 2ന്റെയും 4ന്റെയും HCF കണ്ടുപിടിക്കൂ. HCFന്റെ മലയാളം വാക്കാണ് ഉസാഗ. സാഗ. HCFന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് കേട്ടോ. ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നുള്ളതിൽ HCFന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സിൽ തന്നെ കോമൺ ആയിട്ട് വരുന്നതിൽ വലിയ ആള് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പൊ 2ന്റെ ഫാക്ടേഴ്സ് എടുക്കാം. 2ന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്. 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 × 2 2 ആയതുകൊണ്ട് 2നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഇനി 4നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്, അതായത് 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0 കിട്ടുന്ന നമ്പേഴ്സ് വേണം. 4 അപ്പൊ ഡിവൈഡ് ചെയ്യുന്നു, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 4നെ ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 4നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 4 0 വരും. ഓക്കെ. അപ്പം പറ്റും. 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരും. അത് പറ്റത്തില്ല. 4നെ 4 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. എല്ലാ നമ്പറിനെ 1 കൊണ്ടും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഘടകങ്ങൾ എടുക്കുന്നു. 1ഉം 2ഉം ഇതിലും ഉണ്ട്, 1ഉം 2ഉം ഇതിലും ഉണ്ട്. ഇതാണ് കോമൺ. കോമൺ എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിലുള്ളത്. അതിൽ തന്നെ വലിയ ആള് ഹയസ്റ്റ്. അപ്പൊ ഇവിടെ എത്ര വരും? 2. 2 എണ്ണത്തിലുള്ളതിലെ വലിയ ആള്. ഇവിടെ രണ്ടിടത്തും 1ഉം 2ഉം ഉണ്ട്. വലിയ ആളെന്ന് പറഞ്ഞാൽ 2. അപ്പം 2ന്റെയും 4ന്റെയും HCF എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. അപ്പൊ നമുക്ക് എല്ലാ കേസിലും ഇങ്ങനെ എഴുതിയെടുക്കാനൊന്നും പറ്റത്തില്ല. സോ നമുക്കിത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പഠിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എൽസിഎമ്മിന് യൂസ് ചെയ്ത അതേപോലെ തന്നെ മെത്തേഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ 2ന്റെയും 4ന്റെയും HCF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിച്ചോണം കേട്ടോ. LCM പോലെയല്ല HCFിനെ 2 എണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെ 3 എണ്ണമാണെങ്കിൽ 3 എണ്ണത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ LCMനെ എങ്ങനെയാ ഒരെണ്ണത്തിന് പറ്റുമെങ്കിൽ പോലും എടുത്ത് ഡിവൈഡ് ചെയ്ത് വരുമായിരുന്നു അല്ലേ. അത് LCMന്റെ വീഡിയോയ്ക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ HCFിനകത്ത് 2 ഇതിനകത്ത് എല്ലാത്തിനും പറ്റണം. അപ്പം 2നെയും 4നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് നോക്കി, പ്രൈം നമ്പർ കേട്ടോ, 2 എന്ന് എഴുതി. പ്രൈം നമ്പേഴ്സ് എടുക്കാൻ പാടുള്ളൂ. 2 3 5 7 11 13 അങ്ങനെയുള്ള പ്രൈം നമ്പേഴ്സ് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 1, 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ 4നെ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 2. അപ്പൊ നമ്മൾ കഴിഞ്ഞ LCMനായിരുന്നെങ്കിൽ പിന്നെ ഈ 2നെ നമ്മൾ 2 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് എഴുതുമായിരുന്നു. പക്ഷെ നമ്മൾക്ക് അങ്ങനെ HCFന് എടുക്കത്തില്ല. HCFന് ആകെ പടിയെടുക്കുന്ന ഇവിടെ കിടക്കുന്ന നമ്പേഴ്സിനെ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ കിടക്കുന്ന നമ്പേഴ്സിനെ മാത്രമേ എടുക്കത്തുള്ളൂ. എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ HCF എന്ന് പറഞ്ഞാൽ, HCF അല്ലെങ്കിൽ ഉസാഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇവിടെ ആകെപ്പാടെ 2 മാത്രമേ ഉള്ളൂ. 2. വേറെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ സപ്പോസ് ചോദിക്കാൻ പോകുന്നത് ഏതാണ്? 6ന്റെയും 9ന്റെയും ആയിരുന്നെന്ന് കരുതുക. 6ന്റെ 9ന്റെ ആണെങ്കിൽ HCF കേട്ടോ. HCF അപ്പം 6 എടുക്കുക, 9 എടുക്കുക. 6നെ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 × 3 ആണ് 9. അപ്പൊ 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇനി നമുക്ക് നോക്കാം, ഇതിനെ 2 എണ്ണത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ അറിയാവോ? 2 എണ്ണത്തിന് എല്ലാത്തിനെയും പറ്റുമെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന നമ്പർ മാത്രമാണ് 3. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിവിഷനോ വല്ലതും അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ വീഡിയോസ് ഇട്ട് തരുന്നതായിരിക്കും. അറിയത്തില്ലാത്ത കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്കിനി വേറൊരെണ്ണം കൂടി നോക്കാം. ഇപ്പൊ നിങ്ങളോട് സപ്പോസ് ചോദിക്കാൻ പോകുന്നത് 15ന്റെയും ഒരു 20ന്റെയും 15ന്റെ 20ന്റെ HCF ആയിരുന്നെങ്കിൽ നമ്മൾ 15 എടുക്കുന്നു, 20 എടുക്കുന്നു. 2 എണ്ണത്തിന് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 5 ഉണ്ട്. 15നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. ഓക്കെ. അപ്പം നമ്മുടെ ഇതിന്റെ HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ് കേട്ടോ. HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് 5 ആണ്.
ചോദിക്കാൻ പോകുന്നത് 24ൻ്റെയും 30ൻ്റെ ആയിരുന്നു കരുതുക. 24ൻ്റെയും 30ൻ്റെയും. അപ്പോൾ നമ്മൾ 24 എടുത്തു, 30 എടുത്തു. 24 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 12 വരും. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 15 വരും. പിന്നെ നമുക്ക് ഇത് രണ്ടെണ്ണത്തിന് 2 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? 2 കൊണ്ട് പറ്റത്തില്ല. നമുക്ക് 3 കൊണ്ട് പറ്റുമോ നോക്കാം. 12നെ 3 കൊണ്ട് പറ്റും, 15നെ 3 കൊണ്ട് പറ്റും. അപ്പം നമുക്ക് ഇവിടെ 3 കൊടുക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി ഏതെങ്കിലും പറ്റുമോ? ഇല്ല. അപ്പൊ HCF എടുക്കാൻ വേണ്ടി ഈ പൊസിഷനിൽ കിടക്കുന്നവരെ മാത്രം എടുക്കുക. 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6. അപ്പം 24ൻ്റെയും 30ൻ്റെയും HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഈ ഒരു 3 നമ്പർ എടുത്ത് നോക്കാം. 3 നമ്പേഴ്സ്, അതായത് സപ്പോസ് നമ്മളോട് ചോദിക്കുന്നത് ഒരു 2ൻ്റെയും 4ൻ്റെയും 8ൻ്റെയും ആയിരുന്നു എഴുതുക. HCF ആട്ടോ. പുസ്തകത്തിൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും. ഇപ്പൊ 2 എടുക്കുക, 4 എടുക്കുക, 8 എടുക്കുക. ഇതിന്റെയൊക്കെ ട്രിക്സിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസിനൊക്കെ ട്രിക്സ് ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം PSC റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ 2നെ നമുക്ക് ഇതിന് 3 പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 2 ആണ്. അങ്ങനെ എല്ലാവരെയും പറ്റുന്ന നമ്പർ മാത്രമേ HCF എടുക്കാവുള്ളൂ. ഒരാളെ പറ്റിയാൽ 2 പേരെ പറ്റിയാൽ ഒന്നും എടുക്കരുത്. അപ്പൊ 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 1 വരും. 4നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 2 വരും. 8നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 4 വരും. ഇനി നോക്കുക, നമ്മളിവിടെ ഇവരെ 3 പേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈം നമ്പർ ഉണ്ടോ? ഇല്ല. 3 പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ പ്രൈം നമ്പർ വേണം. 2ൽ നിന്ന് പ്രൈം നമ്പർ തുടങ്ങുന്നത്. അപ്പൊ 1 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറ്റത്തില്ല. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. HCF എന്ന് പറഞ്ഞാൽ 2. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. 6ൻ്റെയും 12ൻ്റെയും ഓക്കെ, നമുക്ക് വേറൊരു നമ്പർ എടുക്കാം. 15ൻ്റെ ആണ് എഴുതുക. 6ൻ്റെയും 12ൻ്റെയും 15ൻ്റെ ആണ് എഴുതുക. അപ്പം 6 എടുക്കുന്നു, 12 എടുക്കുന്നു, 15 എടുക്കുന്നു. അപ്പൊ ഇവർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 15നെ 2 കൊണ്ട് പറ്റത്തില്ല. ഒരെണ്ണത്തിനെങ്കിലും പറ്റത്തില്ലെങ്കിൽ എടുക്കരുത്. 3 നോക്കുക. 6നെ 3 കൊണ്ട് പറ്റും, 12നെ 3 കൊണ്ട് പറ്റും, 15നെ 3 കൊണ്ട് പറ്റും. അപ്പൊ നമ്മൾ 3 എടുത്തു. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി നോക്കുക, ഏതെങ്കിലും പ്രൈം നമ്പറിന് ഇവരെ 3 പേരെയും കൊണ്ട് 3 പേരെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് ഇവരെ 2 പേരെയും പറ്റും അല്ലേ? 2 കൊണ്ട് ഇവരെ 2 പേരെയും പറ്റും. LCM-നായിരുന്നു നമ്മൾ എടുത്താലേ പറ്റത്തില്ല. HCF എല്ലാവരെയും പറ്റണം. അപ്പൊ നമ്പർ ഇല്ലാത്തതുകൊണ്ട് ഇവർ HCF എന്ന് പറഞ്ഞ എത്രയായിരിക്കും? 3 ആയിരിക്കും കേട്ടോ. നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സപ്പോസ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് 10ൻ്റെയും 15ൻ്റെയും ഓക്കെ, നമുക്ക് 30ൻ്റെ ആയിരുന്നു കരുതുക. അപ്പൊ 10 എടുക്കുന്നു, 15 എടുക്കുന്നു, 30 എടുക്കുന്നു. ഇവരെ 3 പേരെയും 2 കൊണ്ട് പറ്റത്തില്ല. കാരണം 15നെ 2 കൊണ്ട് പറ്റത്തില്ല. 3 കൊണ്ട് പറ്റുമോ നോക്കിയപ്പോൾ 15നെ 30നെ 3 കൊണ്ട് പറ്റും. പക്ഷെ 10നെ 3 കൊണ്ട് പറ്റത്തില്ല. ഇനി നമ്മൾ 4 അടുത്ത പ്രൈമായിട്ടുള്ള 5 എടുക്കുന്നു. 5നെ 3 പേരെയും കൊണ്ട്. അപ്പൊ ഇവിടെ 5 കൊടുക്കുന്നു. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. അപ്പം നമ്മൾ വേറെ നമ്പേഴ്സ് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 2 എടുത്താൽ ഈ 2 പേരെയും പറ്റും, 3 എടുത്താൽ ഇവരെ 2 പേരെയും പറ്റും. അങ്ങനെ നമുക്കൊന്നും പറ്റത്തില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ HCF എത്രയാണ്? 5 ആണ്. 5 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 12ൻ്റെയും 24ൻ്റെയും 48ൻ്റെയും കണ്ടുപിടിക്കാനാണെങ്കിൽ 12 എഴുതുക, 24 എഴുതുക, 48 എഴുതുക. എന്നിട്ട് നമ്മൾ ഇവരെ 3 പേരെയും ഡിവൈഡ് ചെയ്യാൻ 2 കൊണ്ട് പറ്റും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12, 48നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24. പിന്നെ ഇവരെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2, 3, ഇവിടെ 12നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6, 24നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 12. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഇവരെല്ലാം 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 3, 1, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെയുള്ള നമ്പേഴ്സിനെ എടുക്കുക, ബാക്കിയുള്ളതിനെ പറ്റത്തില്ല കേട്ടോ. 1 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിർത്താം. അപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 3, 12 ആണ് ഇവിടുത്തെ എന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത് കേട്ടോ. 12 ആണ് HCF. HCF കണ്ടുപിടിക്കുന്ന ഒരു ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളോട് പഠിച്ചത്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ കൂടുതൽ വീഡിയോസ് നമ്മുടെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് കൂടുതൽ കാര്യങ്ങളും ഇൻഫർമേഷൻസും ഒക്കെ കിട്ടുന്നത്.
സപ്പോസ് നമ്മളോട് 5ന്റെയും 6ന്റെയും HCF ചോദിച്ചെന്ന് കരുതുക. 5ന്റെയും 6ന്റെയും HCF ചോദിക്കുമ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും തെറ്റിക്കുന്നതാണ്. അപ്പം 5ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം നമുക്കറിയത്തില്ല. 2 കൊണ്ടും പറ്റത്തില്ല, 3 കൊണ്ടും പറ്റത്തില്ല, 5 കൊണ്ട് ഈ 5നെ പറ്റത്തുള്ളൂ, 6നെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ കേട്ടോ, ഒന്നും നമുക്ക് പുറത്തെടുക്കാൻ പറ്റത്തില്ലാത്ത കേസിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ? 6നെയും 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ഉണ്ട്, 1. അപ്പൊ ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റത്തില്ലാത്ത കേസുകളിൽ HCF എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും എന്ന് ഓർക്കണം. 2ന്റെയും 3ന്റെയും HCF എത്രയായിരിക്കും? 2ന്റെയും 3ന്റെയും കോമൺ ആയിട്ട് ഒന്നും പുറത്തെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ HCF എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ് എടുത്തെന്ന് കരുതിക്കോ, 4ഉം 5ഉം എടുത്തു, അതിന്റെ HCF 1 ആയിരിക്കും. കാരണം പുറത്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. 4ൽ 5ൽ ഒന്നും പുറത്തെടുക്കാൻ കാണത്തില്ല, 5ൽ 6ൽ ഒന്നും പുറത്തെടുക്കാൻ കാണത്തില്ല. അപ്പൊ അടുത്തടുത്തുള്ള 2 നമ്പേഴ്സ് എടുത്താലും അതിന്റെ HCF എത്രയായിരിക്കും? 1 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത വീഡിയോസിൽ കാണാം. അതുവരെ ബൈ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തൊക്കെ വേണമെങ്കിലും കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ബൈ.